നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇസ്ലാമിക് നാറ്റോ എന്ന് ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്ന തുർക്കി, സൗദി, പാകിസ്ഥാൻ സഖ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അംഗീകരിച്ചിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ ഈ ഐക്യം ഒരു നല്ല തുടക്കമാകും എന്നാണ് ട്രംപിൻ്റെ വിശദീകരണം. എന്താകും ഇതുകൊണ്ട് ട്രംപ് ലക്ഷ്യം വെക്കുക? ഇത് പറയാൻ കാരണം അമേരിക്കയെ വിശ്വാസമില്ലാത്ത, അമേരിക്കൻ ഇവിടെ രീതികളെ വിശ്വാസമില്ലാത്ത, ട്രംപിൻ്റെ ചെയ്തികളെ വിശ്വാസമില്ലാതെ 3 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഒരു സഖ്യമാണ് മെക്ക കരാറുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടത് എന്നത് എല്ലാവർക്കും അറിയാം. ഇവിടെ ട്രംപ് കൂടി ഇവരോട് ആ തരത്തിൽ പ്രതികരിക്കുമ്പോൾ ട്രംപിന് മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് വേണം കാത്തിരുന്ന് കാണാൻ. ഇത് മാത്രമല്ല, ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തൻ്റെ മരുമകനെ ഹമാസുമായി ചർച്ചയ്ക്ക് വിട്ടു ട്രംപ് എന്നതും ലോകം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇതടക്കം നിരവധി വാർത്തകളും അതിൻ്റെ വിശകലനങ്ങൾ ഉണ്ടാകും. അടുത്ത 1 മണിക്കൂർ. ആദ്യം തലക്കെട്ടുകൾ. ഒറ്റ രാത്രി കൊണ്ട് റഷ്യയിലേക്ക് കുതിച്ചെത്തിയത് 800-ലധികം ഉക്രൈനിയൻ ഡ്രോണുകൾ. 600 എണ്ണവും മോസ്കോ നഗരത്തെ ലക്ഷ്യമിട്ട്. 2026 ഏറ്റവും വലിയ വ്യോമാക്രമണവുമായി യുക്രൈൻ. 7 മരണം. മോസ്കോയിലെ വയൽബറി വെയർഹൌസിന് തീപിടിച്ചു. യുക്രൈൻ ഉപയോഗിച്ചത് സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങൾ. യുദ്ധം വീണ്ടും മുറുകുന്നു. മരുമകനെ ഇറക്കി നെതന്യാഹുവിന് ട്രംപിന്റെ ചെക്ക്. ഹമാസുമായി ഗാസ സമാധാന കരാർ ചർച്ച ചെയ്ത് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ജാരഡ് കുഷ്ണർ. ഇസ്രായേൽ വീണ്ടും ഒറ്റപ്പെടുന്നു. ഗാസ സമാധാന കരാറുമായി ട്രംപ് മുന്നോട്ട്. ഇസ്രായേലിനെതിരെ 8 മുസ്ലിം രാജ്യങ്ങളുടെ പ്രമേയം. മെക്ക പ്രതിരോധ കരാറിനെ സ്വാഗതം ചെയ്ത് പുതിയ നീക്കവുമായി ട്രംപ്. ശക്തമായ പ്രാദേശിക സുരക്ഷയിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പെന്ന് വിശേഷണം. മിഡിൽ ഈസ്റ്റ് ഒന്നിക്കുന്നുവെന്നും പ്രസ്താവന. കൊറിയൻ പോരിൽ അമേരിക്കയുടെ അസാധാരണ ചുവടുമാറ്റം. ദക്ഷിണ കൊറിയയെ തള്ളി കിം ജോങ് ഉന്നുമായി അടുക്കാൻ ട്രംപ്. പ്രകോപനമായത് ഇറാൻ യുദ്ധത്തിന് പിന്തുണ നൽകാതിരുന്നത്. ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങൾ അമേരിക്ക ഗണ്യമായി കുറയ്ക്കുമെന്ന് പ്രസിഡന്റ്. കിം ജോങ് ഉന്നുമൊത്തുള്ള പഴയകാല ചിത്രം പങ്കുവച്ചു. US സൈനികനെ പിടിച്ചാൽ സമ്മാനം പ്രഖ്യാപിച്ച് ഇറാൻ. ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് $30,000. പിടിക്കുന്നത് ഇറാനിയൻ സ്ത്രീകളാണെങ്കിൽ ഇരട്ടി പാരിതോഷികം. കളി അവസാനിപ്പിക്കുമെന്ന സൂചനയുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ സീസൺ തന്റെ അവസാനത്തേതാകാൻ സാധ്യതയുണ്ടെന്ന് ക്രിസ്ത്യാനോ. കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഭാവി ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് അഭിമുഖത്തിൽ താരം. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും ഈ കോളി ബാക്ടീരിയ. ഭക്ഷ്യവിഷബാധ, വയറിളക്കം, വൃക്കത്തകരാർ എന്നിവയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകളും ആശങ്കപ്പെടാനില്ലെന്ന് റെയിൽവേയുടെ വിശദീകരണം. PSC ക്രമക്കേടിൽ ഗവർണർ ഇടപെടുന്നു. ലോക്ഭവൻ നിയമോപദേശം തേടി. ആക്ഷേപങ്ങളിൽ എങ്ങനെ ഇടപെടാനാകുമെന്ന് പരിശോധിക്കുന്നു. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് കിട്ടിയത് നിരവധി പരാതികൾ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കാണാതായ 7ാം ക്ലാസ്സുകാരൻ ബിലാലിന്റെ മൃതദേഹം കണ്ടെത്തി. കുട്ടിയുടെ മൃതദേഹം കിട്ടിയത് കൊതുകുമുക്ക് പാലത്തിനടിയിൽ നിന്ന്. കായലിന് സമീപം സൈക്കിളും ജേഴ്സിയും കണ്ടെത്തിയതോടെ തെരച്ചിൽ ശക്തമാക്കിയിരുന്നു. പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് നാടും നഗരവും ഓണാഘോഷത്തിലേക്ക്. ഇനി 10ാം നാൾ തിരുവോണം. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. വെള്ളിയാഴ്ച നടയടയ്ക്കും. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള ആദ്യ LDF യോഗം ഇന്ന്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി CPIയുമായുള്ള തർക്കത്തിനിടെ യോഗം. സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് BJPക്ക് നിർണായകം. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ അസാധുവാക്കണമെന്ന LDF ആവശ്യം ഹൈക്കോടതി പരിഗണിക്കും. സത്യപ്രതിജ്ഞ അസാധുവാക്കിയ 20 കൗൺസിലർമാരാണ് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്ന് വാദം. കോഴിക്കോട് വെള്ളിപ്പമ്പിൽ മകൻ അച്ഛനെ അടിച്ചുകൊന്നു. കൊല്ലപ്പെട്ട ശശിധരൻ. മകൻ അഭിരാം കസ്റ്റഡിയിൽ. പ്രതി ലഹരിക്ക് അടിമയെന്ന് പോലീസ്.
മലയാള സർവകലാശാലയിലെ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെ സമഗ്ര അന്വേഷണം നടത്താമെന്ന് സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. സമരം അവസാനിപ്പിച്ച് MSF. കേരള സർവകലാശാല താൽക്കാലിക VC മോഹൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇടതു വലത് വിദ്യാർത്ഥി സംഘടനകൾ. മുത്തങ്ങ വെടിവെപ്പ് കേസിലെ ശിക്ഷാവിധിക്കെതിരായ പ്രതികളുടെ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 5 വർഷത്തെ കഠിന തടവ് ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചത് M ഗീതാനന്ദൻ അടക്കമുള്ളവർ. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടും. വന്ദേമാതര വിവാദത്തിൽ സോണിയാഗാന്ധി മാപ്പ് പറയണമെന്ന് BJP ആവശ്യം തള്ളി കോൺഗ്രസ്. BJPയുടേത് അനാവശ്യ വിവാദത്തിലുള്ള ശ്രമമെന്ന് നേതൃത്വം. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി പോലീസിലും കർണാടകയിലും BJPയുടെ പരാതി. ഇസ്രായേൽ വീണ്ടും ഒറ്റപ്പെടുകയാണോ? ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തന്ത്രങ്ങൾ പിഴയ്ക്കുന്നോ? ഗാസ സമാധാന കരാറുമായി ട്രംപ് മുന്നോട്ട് പോകുന്ന പശ്ചാത്തലം എങ്ങനെ ഉരുത്തിരിയുന്നു? ഇസ്രായേലിനെതിരെ 8 മുസ്ലിം രാജ്യങ്ങൾ രംഗത്ത് വരുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. ട്രംപിന്റെ ഗാസ സമാധാന പ്ലാൻ തള്ളിയ ഇസ്രായേൽ കൂടുതൽ വ്യോമാക്രമണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലാണ് ഈ പ്ലാനുമായി മുന്നോട്ട് പോകുമെന്ന് അമേരിക്ക അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന സാഹചര്യം ഒരുങ്ങുന്നത്. ഈജിപ്തിലെ കെയ്റോയിൽ US പ്രതിനിധികളുമായി ഈജിപ്ത്, ഖത്തർ, തുർക്കി പ്രതിനിധികൾ ചർച്ച നടത്തിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ചില ചർച്ചകളിൽ ഹമാസിന്റെ പ്രതിനിധികളും ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ ഹമാസുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാകുന്നു എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അത് നെതന്യാഹുവിനെ ചൊടിപ്പിക്കുന്നത് ഒട്ടും ശരിയായ തരത്തിലായിരിക്കില്ല എന്നത് ഉറപ്പുമാണ്. TG സയ്യിദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. സയ്യിദ്, ചെറിയ കാര്യമല്ല. നേരത്തെ തന്നെ നെതന്യാഹു പ്രസിഡന്റായാൽ അതിനുള്ള തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് മുഖം തിരിച്ച ട്രംപ് ഇപ്പോൾ ഗാസ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങുകയാണ്. ഇത് നെതന്യാഹുവിനെ, ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. രഞ്ജിത്ത്, തീർച്ചയായിട്ടും അസാധാരണ സാഹചര്യങ്ങളാണ് പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്നത് എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഈ ഇസ്രയേലിനൊപ്പം നിന്നുകൊണ്ടാണ് അമേരിക്ക ഈ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങളിലെല്ലാം ഇടപെട്ടത്. ഹമാസിനെതിരായ പോരാട്ടത്തിലും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ഗാസയെ ഒരു പ്രത്യേക പരിഗണനയോടെ ഗാസയിൽ ശാശ്വതമായ സമാധാനം എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പല നിർദ്ദേശങ്ങളോടും നെതന്യാഹുവും ഇസ്രയേലും വിയോജിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിയോജിപ്പുകളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അമേരിക്കയുടെ നീക്കം, ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കം. 9-ന് മുന്നോട്ട് വെച്ച ഗാസ സമാധാന പദ്ധതിക്ക് നെതന്യാഹു പരസ്യമായി തന്നെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ബദൽ നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ മരുമകനെ അടക്കം ദൂതനാക്കിക്കൊണ്ടുള്ള ട്രംപിൻ്റെ നീക്കം, ഈ നീക്കം പ്രധാനമായും മുസ്ലിം രാജ്യങ്ങളുടെ, പ്രധാനമായും തുർക്കി, ഖത്തർ, ഈജിപ്റ്റ് തുടങ്ങിയ 3 രാജ്യങ്ങളുടെ പ്രതിനിധികളും മധ്യസ്ഥരുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ ചർച്ചകൾ അതിനിർണായകമായിരുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഹമാസിന്റെ ചില ദൂതന്മാർ കൂടി ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ബദൽ ഒരു സമാധാന പദ്ധതിയുമായി അമേരിക്കയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു. അതിന് ഇസ്രയേലിന്റെ വിരുദ്ധ ചേരിയുടെ പൂർണ്ണ പിന്തുണയുണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. ഫലത്തിൽ അത് ഇസ്രയേലിനെ ഒറ്റപ്പെടുന്ന സാഹചര്യം കൂടിയായി മാറുകയും ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ നിർണായകമാവുന്ന മറ്റൊരു നീക്കം കൂടി നടക്കുന്നുണ്ട്. അത് ഈ ട്രംപിൻ്റെ മരുമകനടക്കമുള്ള ദൂതന്മാർ, അമേരിക്കയുടെ ദൂതന്മാർ വീണ്ടും നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ച കൂടി നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ബദൽ നീക്കം നടത്തിയ ശേഷമുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് എന്ത് ഫലമുണ്ടാകുമെന്ന പ്രധാനപ്പെട്ട വിഷയം കൂടി ഉയർന്നു വരുന്നുണ്ട്. ഈ സമാധാന പദ്ധതിയിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ്. അതായത് ഈ വിഷയത്തിൽ ഗാസയിൽ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായും ഇസ്രയേൽ നിർത്തിവെക്കണമെന്ന അമേരിക്കൻ ആവശ്യമുണ്ട്. ആവശ്യത്തോട് നെതന്യാഹു ഒരു അർത്ഥത്തിലും സഹകരിക്കുന്നില്ല. അതേസമയം ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറണമെന്ന മറ്റൊരു ആവശ്യം, അതിനോടും സഹകരിച്ചിട്ടില്ല. ഹമാസിനോട് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്ന ആവശ്യമുണ്ട്. ഒപ്പം തന്നെ പുതിയൊരു സിവിലിയൻ പാലസ്തീൻ ഭരണകൂടത്തിന് കീഴിൽ ഗാസയെ കൊണ്ടുവരിക എന്ന മറ്റൊരു നിർദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ ഇതിനൊന്നും, ഈ സമാധാന പദ്ധതിക്ക് ഒന്നും ഇതുവരെയും ഇസ്രയേൽ വഴങ്ങുന്നില്ല എന്നതാണ് സാഹചര്യം. നെതന്യാഹു വഴങ്ങിയിട്ടില്ല. അപ്പോൾ രൂപപ്പെടുന്ന സാഹചര്യം മറ്റൊന്നാണ്. അതുകൊണ്ടുകൂടിയാണ് ഒരു ബദൽ നീക്കത്തിന് ഡൊണാൾഡ് ട്രംപ് തയ്യാറാവുന്നത് എന്നതാണ് സാഹചര്യം. ഇസ്രയേലിൽ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും ഉൾപ്പെടുന്ന ഒരു വലിയ ചേരി, അതിൻ്റെ ദുർബലാവസ്ഥ നമ്മൾ ഈ പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക പോരിനിടയിൽ കാണുകയും ചെയ്തു. അതിൻ്റെ ഒരു പുതിയ പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഗാസയിലെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്ന സാഹചര്യവും അതാണ്. തീർച്ചയായും സയ്യിദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം വിവരങ്ങൾ വിശകലനം ചെയ്യാനായി ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇതിപ്പോൾ ട്രംപിൻ്റെ ശ്രമം
ട്രംപിന്റെ നീക്കം എന്താണ് എന്നുള്ളത് ലോകം കൗതുകത്തോടെ വീക്ഷിക്കുകയാണ്. ഇറാൻ യുദ്ധം ആരംഭിച്ചു, അതെങ്ങും എത്തിയില്ല. ഇസ്രായേലുമായി ചേർന്നാണ് യുദ്ധം. അവിടെ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണോ ഇപ്പോൾ ഗാസയിലേക്ക് ട്രംപ് കണ്ണു നട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒപ്പം നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്തുക എന്ന നീക്കം എന്തിന്റെ പേരിലാകും? ശ്രീ രഞ്ജിത്ത്, ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഗാസ പീസ് പ്ലാനിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മധ്യപൗരസ്യ പ്രദേശത്തെ ഏതാണ്ട് എല്ലാ നീക്കങ്ങളുടെ പിന്നിലും ഇസ്രയേൽ ഉണ്ടായിരുന്നു. ദേവർ എ ടീം ഇൻ കഹൂത്ത് ആണ് മിക്കപ്പോഴും ആക്രമണം നടത്തിയിട്ടുള്ളതും. അവിടുത്തെ ഒരു ഡിഫൻസ് പാരഡൈമിൽ തന്നെ അമേരിക്കയുടെ ഓവറോൾ മിഡിൽ ഈസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഒന്നാം സ്ഥാനം, ഏറ്റവും മുന്തിയ സ്ഥാനം ഇസ്രായേലിൽ തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്നും, ആ സ്റ്റാൻഡിൽ നിന്നും അമേരിക്ക പിന്മാറുന്നുവോ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിൽ നിന്നും മാറി ചിന്തിക്കുന്നുവോ? ഈ അടുത്ത സമയത്ത് അമേരിക്കയ്ക്ക് ഇറാനിൽ ഏറ്റ തിരിച്ചടികൾ അതൊരു സൂചനയാണ് എങ്കിൽ ഇസ്രായേൽ ബാന്ധവം പൂർണ്ണമായി ഉപേക്ഷിക്കാനാവില്ല. ജൂത ലോബി വളരെ 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 നിർണായകമായ പവർഫുൾ ഒരു ഫാക്ടറായി പ്രവർത്തിക്കുമ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. പക്ഷേ ഗാസ പീസ് പ്ലാനിൽ ഇസ്രായേലിന്റെ നിലപാടിനോടൊപ്പം അല്ല താൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴിതാ ഖെയ്റോയിൽ വെച്ച്, ായ ഖെയ്റോയിൽ വെച്ച് ഹമാസിന്റെ പ്രതിനിധി, ഹമാസിന്റെ ഇപ്പോഴത്തെ നേതാവ് ഖലീൽ അൽ ഹയ്യയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. നേരിട്ട് അമേരിക്കയുടെ ഒരു ഔപചാരിക പ്രതിനിധി, അത് ട്രംപിന്റെ മരുമകൻ കൂടിയായ ജാരേഷ് കൃഷ്ണ ഖലീൽ അൽ ഹയ്യയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈജിപ്ഷ്യൻ പ്രതിനിധിയായിരുന്നു, ഖത്തർ എന്ന മധ്യസ്ഥ രാജ്യത്തിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, തുർക്കിയുടെ പ്രതിനിധികളുണ്ട്, ബോർഡ് ഓഫ് പീസിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ചേർന്നുകൊണ്ട് ടോണി ബ്ലെയർ, ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ഈ ബോർഡ് ഓഫ് പീസ് പദ്ധതിയുടെ ഭാഗമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ടീമിന്റെ ഭാഗമാണ്. ഇവരെല്ലാം ചേർന്ന് ഈജിപ്തിൽ വെച്ച് ഒരു 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 ധാരണയിലേക്ക് നീങ്ങുന്നു എന്ന പ്രതീതിയാണ്. അങ്ങനെ ഒരു ധാരണ, ഏകദേശ ധാരണ ഉണ്ടായാൽ, അതായത് ഗാസ പീസ് പ്ലാൻ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ബോർഡ് ഓഫ് പീസ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് കുറച്ചുകൂടെ വൈകി ടെലവീവിൽ എത്തുകയാണ് ഈ ടീം. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഈ ടീം സംസാരിച്ച് ഒരു ധാരണയിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ വലിയ ഒരു റിഫ്റ്റിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നിൽ ഓപ്ഷൻസ് വളരെ പരിമിതമാണ്. പക്ഷേ ഈ ഗാസയിലെ ഈ സമാധാന കരാർ അംഗീകരിക്കുക എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നത് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പാണ്. അത് മാത്രമല്ല, ഇറാനിൽ പരാജയപ്പെട്ടു എന്നുള്ള ഫീൽ പൊതുവെ ഇസ്രായേലുകാർക്കുണ്ട്. അത് ഇവിടെ കൂടി അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു പാക്ട് വന്നാൽ അത് അത്ര പെട്ടെന്ന് അംഗീകരിക്കാനാവുന്ന ഒന്നല്ലല്ലോ. ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഈ ബോർഡ് ഓഫ് പീസ് എന്ന നിർദ്ദേശം, അതായത് ഗാസയിൽ നിന്നും ഇസ്രായേലി സൈന്യം പൂർണ്ണമായി പിൻവാങ്ങിക്കൊണ്ട് ഗാസയെ ഡീമിലിറ്ററൈസ് ചെയ്യുക. അപ്പൊ ഇത് ഇൻ ടാൻഡം സംഭവിക്കേണ്ട കാര്യമാണ്. ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കുക, അങ്ങനെ അധികാരം കൈമാറുക, ഒരു സുരക്ഷാ സേനയ്ക്ക് അധികാരം കൈമാറുക, ടെക്നോക്രാറ്റുകൾ അടങ്ങുന്ന ഒരു താൽക്കാലിക അഡ്മിനിസ്ട്രേഷൻ അവിടെ എത്തുക, തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. പക്ഷെ അതിന് ഇസ്രയേലി സൈന്യം പൂർണ്ണമായി ഏതാണ്ട് ഗാസയുടെ 60% സ്ഥലവും ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന ഇസ്രയേലി സേനകളാണ്. അത് പൂർണ്ണമായി പിൻവാങ്ങാതെ ആയുധം താഴെ വയ്ക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഈ ഹമാസിന്റെ നിലപാട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇസ്രായേലി സേനകൾ പിന്മാറാതെ ട്രംപിന് മുന്നോട്ട് പോകാനാവില്ല. അമേരിക്ക എന്തായാലും ഇസ്രായേലുമായി യുദ്ധം ചെയ്തുകൊണ്ട്, ബലം പ്രയോഗിച്ചുകൊണ്ട് ഇസ്രായേലി സേനയെ പിന്മാറ്റാനാവില്ലല്ലോ. അതുകൊണ്ട് അമേരിക്ക ഈസ് ട്രൈയിങ് ടു ഗിവ് എ സിഗ്നൽ ടു ഇസ്രായേൽ. തങ്ങൾ രണ്ടും കൽപ്പിച്ചാണ്, തങ്ങൾ സമാധാന ദൗത്യവുമായി ഗാസ പീസ് പ്ലാനുമായി മുന്നോട്ട് പോകും. ട്രംപിന്റെ ഒരു അഭിമാന പദ്ധതിയാണ്. അതിന് ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട്. അത് മാത്രമല്ല, അറബി ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ, ഇസ്ലാമിക ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ, 8 രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേലിന്റെ ഈ ഒരു കടുംപിടുത്തത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യ അപലപിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ, ഏക ആണവശക്തി, ഇസ്ലാമിക ലോകത്തെ ആണവശക്തിയായ പാകിസ്ഥാൻ അപലപിച്ചിരിക്കുന്നു. തുർക്കി എന്ന അതിശക്തമായ ഇസ്ലാമിക രാജ്യം, വലിയ സൈനിക ശക്തിയാണ്, അപലപിച്ചിരിക്കുന്നു. ഈജിപ്ത് മധ്യസ്ഥ രാജ്യമാണെങ്കിലും അപലപിച്ചിരിക്കുന്നു. ഖത്തർ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്. പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ഈ വിഷയത്തിൽ, ഗാസ വിഷയത്തിൽ നിർണായക ഒരു തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയ്ക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം ഇസ്ലാമിക ലോകത്ത് അമേരിക്കയുടെ പിടി അയയുന്നു. തീർച്ചയായും അതാണ് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്
അമേരിക്ക കേട്ട പേരുദോഷമുണ്ട്, അമേരിക്ക സംഭവിച്ച പരാജയമുണ്ട്, അത് ലോകരാജ്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗാസയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൽ അമേരിക്കയ്ക്ക് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അമേരിക്ക പൂർണ്ണമായി ശ്രീ രഞ്ജിത്ത്, അമേരിക്ക മധ്യപൂർവ്വ പ്രദേശത്ത് നിന്ന് പിന്തള്ളപ്പെടും എന്നൊരു ഭയാശങ്ക ഉടനെയെങ്കിലും അല്ലെങ്കിൽ തന്നെ ഒരു ഇന്റർമീഡിയറ്റ് ലോങ് സ്റ്റേജിൽ അമേരിക്കയുടെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. പുതിയ സൈനിക സഖ്യങ്ങൾ വരികയാണ്, പുതിയ ബിൽഡപ്പ് വരികയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മധ്യപൗരസ്ത്യ പ്രദേശത്ത് അതിന്റെ പ്രസൻസ് നിലനിർത്തണം എങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തെ ചേർത്ത് പിടിക്കണം. അതൊരു വികാരമാണ്. പാലസ്തീൻ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ മാത്രമല്ല എൻറ്റയർ ഇസ്ലാമിക ലോകത്തെ, പ്രത്യേകിച്ച് അറബി ലോകത്തെ ഒരു വികാരമാണ്. ഒരു പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. ആദ്യപടി എന്ന നിലയിൽ ഗാസയിൽ ഒരു സ്വയംഭരണ സർക്കാർ ഉണ്ടാകണം. ഗാസയെ ഇസ്രയേലിന്റെ ആ ഒരു സൈനിക മേധാവിത്വത്തിൽ നിന്നും മോചിപ്പിക്കണം. അവിടെ ഒരു റീബിൽഡിംഗ് നടക്കണം. ഗാസയിലെ 22 ലക്ഷം പേർക്ക് ജീവിതം റീകൺസ്ട്രക്ഷൻ ഉണ്ടാകണം. ഇതെല്ലാം സാധിക്കണമെങ്കിൽ ട്രംപ് നിർദ്ദേശിച്ച 15 ഇന പദ്ധതി അത് ഏകദേശം എഗ്രി ചെയ്തതുമാണ്. അപ്പോൾ ഹമാസിന്റെ പ്രതിനിധികൾ എഗ്രി ചെയ്ത ഒരു കാര്യമാണ്. അധികാരം കൈമാറാൻ അവർ തയ്യാറാണ്. കഴിഞ്ഞ മാസം 7-ാം തീയതി അവർക്ക് അധികാരം കൈമാറാനുള്ള സമ്മതം അറിയിച്ചിരിക്കുകയാണ്. അത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കെ പോലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടായില്ല എങ്കിൽ അതിനർത്ഥം കുറച്ചുകൂടി ബലപ്രയോഗം അവിടെ വേണ്ടിവരും. നയതന്ത്ര തലത്തിലെ സമ്മർദ്ദമാണ് ഈ ഘട്ടത്തിൽ അമേരിക്ക ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. തീർച്ചയായും ശ്രീ മോഹൻ വർഗീസ് ദയവായി തുടരുക. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകണം. അത് സൗദി അറേബ്യയും ഒപ്പം തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രതിരോധ കരാറിനെ, മെക്ക കരാർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കരാറിനെ, അതിനെ ചില മാധ്യമങ്ങളൊക്കെ ഇസ്ലാമിക് നാറ്റോ എന്ന് മറ്റും വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനെ ട്രംപ് അതിൽ നിലപാടെടുക്കുന്നത് എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രംപ് പൂർണ്ണമായും ഇതിനെ സ്വാഗതം ചെയ്ത് തിരിച്ചു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. ശക്തമായ പ്രാദേശിക സുരക്ഷയിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവെപ്പായി കരാറിനെ ട്രംപ് വിശേഷിപ്പിക്കുകയാണ്. മേഖലയിലെ രാജ്യങ്ങൾ കൂടുതൽ സഹകരണത്തിലേക്കും സ്വയം പ്രതിരോധിക്കാനുള്ള ശക്തമായ കഴിവിലേക്ക് നീങ്ങുന്നതായി കരാർ തെളിയിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കരാറിനെക്കുറിച്ച് പ്രതികരിച്ച ട്രംപ് 3 രാജ്യങ്ങളും ഒപ്പുവെച്ച കരാറിൽ സന്തുഷ്ടനാണ് എന്ന് പറയുകയാണ്. സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ഒപ്പുവെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മിഡിൽ ഈസ്റ്റ് എങ്ങനെ ഒന്നിക്കുന്നുവെന്നും ഒടുവിൽ രാജ്യങ്ങൾക്ക് കൂടുതൽ അർത്ഥവത്തായ രീതിയിൽ സ്വയം പ്രതിരോധിക്കാൻ കഴിയുമെന്നും ഇത് കാണിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ ഒരു പ്രസ്താവന. ഇത് കൗതുകകരമായ ഒരു പ്രതികരണമാണ്, സംശയമില്ല. ശ്രീ മോഹൻ വർഗീസ്, നമ്മളിതിനെ കാണേണ്ടത്, നമുക്കറിയാം ഇറാൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ തിക്തഫലം അനുഭവിച്ച ഒരു രാജ്യം സൗദി അറേബ്യയാണ്. തുർക്കിക്കും ചില ഭീഷണികളുണ്ട്, സംശയമില്ല. അപ്പോൾ അമേരിക്കയാണ് ഇവരെ പിന്തുണച്ചുകൊണ്ടിരുന്നത്, സൗദിയെയും മറ്റും. പക്ഷേ അമേരിക്കയെ വിശ്വസിക്കാനാവുന്നില്ല, അല്ലെങ്കിൽ അമേരിക്കയെ ഇനി എത്ര കാലം വിശ്വസിക്കാനാവും എന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ വരുന്നതിൻ്റെ പുറത്താണല്ലോ ഇത്തരം ഒരു ഒന്നിക്കലിലേക്കും അവരുടെ സഖ്യത്തിലേക്കും കാര്യങ്ങൾ എത്തിക്കുന്നത്. സ്വാഭാവികമായും അതിനെ ട്രംപ് എങ്ങനെ നോക്കിക്കാണുമെന്നായിരുന്നു എല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രംപ് അതിനെ സ്വാഗതം ചെയ്യുന്നതിന് പിന്നിൽ എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഏറെ പ്രതീക്ഷിച്ചിരുന്ന, ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കിയിരുന്ന അമേരിക്കയുടെ പ്രതികരണം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ കരാറിന്റെ മെക് കരാർ എന്ന് കൂടി വിളിക്കുന്ന കരാർ. അത് മെക്കയിൽ വെച്ചല്ല, റിയാദിൽ വെച്ചാണ് ഒപ്പിട്ടത്. സൗദി അറേബ്യയും ഇസ്ലാമിക ലോകത്തെ പ്രമുഖ ശക്തികളായ പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഒപ്പിട്ട ഒരു കരാറാണ്. ഇതനുസരിച്ച് ഒരു സൈനിക സഖ്യം രൂപപ്പെടുകയാണ്. അത് നെയ്റ്റോയുടെ ആർട്ടിക്കിൾ 5 അനുസരിച്ച് 5-ാം ആർട്ടിക്കിളിലെ ഒരു കളക്റ്റീവ് സെക്യൂരിറ്റി പാരഡൈമിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ മ്യൂച്വൽ ഡിഫൻസ് പാരഡൈംസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ, സൗദിയോ പാകിസ്ഥാനോ തുർക്കിയോ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ, ഈ 3 രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് ഒരു ഡിറ്ററൻസ് രൂപപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു പ്രതിരോധം രൂപപ്പെടുത്തുക. അപ്പൊ ഇത് പ്രതിരോധത്തിനുള്ള ഒരു കരാറാണ് എന്നാണ് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ പലയാവർത്തിയുള്ളത്. ഇത് ആക്രമിക്കാൻ വേണ്ടിയല്ല, ഇന്റിമിഡേറ്ററി ബിൽഡപ്പ് അല്ല, ഇതൊരു പ്രതിരോധ കരാറാണ്. ഏറ്റവും ആവശ്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ സൗദി അറേബ്യക്കാണ്. ഈ ആശയം മുട്ട് ചെയ്തത് സൗദിയാണ്. ഏതാണ്ട് 1 വർഷമായി തുടർച്ചയായ ചർച്ചയിലുമായിരുന്നു. സൗദി അറേബ്യയുടെ വടക്കൻ ഭാഗത്തും തെക്കൻ ഭാഗത്തും, അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള കടലുകൾ, പേർഷ്യൻ ഗൾഫ് മേഖലയും അതേപോലെ ചെങ്കടൽ മേഖലയും ഒരുപോലെ ബ്ലോക്ക്ഡ് ആകുന്ന ഒരു അന്തരീക്ഷമാണ് ഒരുപക്ഷെ സൗദി അറേബ്യയെ ഇങ്ങനെ ഒരു കരാറിൽ എത്തിച്ചേരാൻ പ്രേരിപ്പിച്ചത്. ഇതിനു മുൻപ് തന്നെ കഴിഞ്ഞ വർഷം പാകിസ്ഥാനുമായി ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടിരുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ സൗദി അറേബ്യ ഹൂതികളുടെ ആക്രമണം നേരിടുന്നു. തെക്കൻ പ്രദേശങ്ങളിൽ ഹൂതികളുടെ ആക്രമണം വരുന്നു. ചെങ്കടൽ മേഖലയിലെ സൗദി തുറമുഖങ്ങൾക്ക് നേരെയും അരാംകോയുടെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയും എണ്ണ സംഭരണികൾക്ക് നേരെയും സൗദിയുടെ തെക്കൻ തുറമുഖങ്ങൾക്ക് നേരെയും എല്ലാം ആക്രമണം ഉണ്ടായിരിക്കുന്നു. വടക്കൻ ഭാഗത്ത് എക്രോസ് ഓപ്പറേഷൻ ഗൾഫ്, ഇറാഖിൽ നിന്നും
ഇറാൻ അനുകൂല മിലീഷ്യകളുടെ ആക്രമണം റിയാദിന് നേരെ പോലും ഉണ്ടായിരിക്കുന്നു. അപ്പൊ സൗദിക്ക് വലിയ പ്രതിരോധ ആകാംക്ഷകളുണ്ട്. ഇത് ചരിത്രപരമായി നിറവേറ്റിയിരുന്നത് ശ്രീ രഞ്ജിത്ത് അമേരിക്കയാണ്. മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏതാണ്ട് എല്ലാ അറബി ഇസ്ലാമിക് രാജ്യങ്ങളുടെയും സെക്യൂരിറ്റി പാരഡൈംസിൽ അമേരിക്കയ്ക്കായിരുന്നു സ്ഥാനം. അത് ഇപ്പോൾ വൾണറബിൾ ആയിരിക്കുകയാണ്, ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഇത്രയധികം പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും താഡ് മിസൈലുകളും പേട്രിയോട്ട് മിസൈലുകളും വലിയൊരു നിര തന്നെ വെച്ചുകൊണ്ട് അമേരിക്കൻ സേനാ താവളങ്ങളെ സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു ഇത്രയും കാലം. ഇതെല്ലാം തന്നെ അറബ് രാജ്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന താവളങ്ങളാണെന്ന് ഓർക്കണം. അപ്പൊ ഇറാൻ ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുന്നു എന്ന് അമേരിക്ക ക്ലെയിം ചെയ്യുമ്പോഴും ഭാവിയിൽ അമേരിക്കൻ താവളങ്ങൾ തങ്ങൾക്കൊരു ബാധ്യതയായേക്കാം. ഒരുപക്ഷെ അത് ഈസ് ഔട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെയെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ തങ്ങൾക്കൊരു താവളം ഉണ്ടാകണം, തങ്ങൾക്ക് സുരക്ഷാ സംവിധാനം ഒരുക്കണം, തങ്ങളെല്ലാം പരസ്പരം സഹകരിക്കുന്ന ഒരു രംഗത്ത് വരണം. അങ്ങനെയാണ് വൻപൻ ശക്തിയായ തുർക്കി, അത് ആയുധ നിർമ്മാണ രംഗത്ത് വലിയ ശക്തിയാണ്. ഇത് മാത്രമല്ല ഡിഫൻസ് എക്യുപ്മെന്റ്സ്, ഒരുപാട് ഡ്രോണുകൾ, വിമാനങ്ങൾ, അന്തർവാഹിനികൾ, കപ്പലൊക്കെ കയറ്റുമതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് തുർക്കി. പാകിസ്ഥാൻ ആണവ ശക്തിയാണ്. ഇസ്ലാമിക ലോകത്തെ ഏക ആണവ ബോംബുള്ള ഏക രാജ്യമാണ് പാകിസ്ഥാൻ. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു രീതിയിൽ പറയുമ്പോൾ ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് കൂടി വരികയാണ് ഇറാൻ എന്ന് തോന്നാം. പ്രഥമ ദൃഷ്ടിയ ഇത് ഇറാനെതിരെ എന്ന് തോന്നാവുന്ന ഒരു സഖ്യമാണ്. പക്ഷെ ആത്യന്തികമായി ഇസ്രയേലാണ് ഒരുപക്ഷെ അറബ് ലോകത്തിന് ഭീഷണി ഉയർത്തുന്നത്. അമേരിക്ക പോലും ഒരുപക്ഷെ ഭീഷണിയാവാം. അങ്ങനെയെങ്കിൽ അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കും? അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ഈ കരാറിൽ ഏർപ്പെട്ട എല്ലാ രാജ്യങ്ങളും. തുർക്കി നെയ്റ്റോ പങ്കാളിയാണ്. അമേരിക്ക നേതൃത്വം നൽകുന്ന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ പങ്കാളിയാണെന്ന് ഓർക്കണം. ഈ സൗദി അറേബ്യ അമേരിക്കയുമായി വളരെയധികം അടുത്ത് സൈനികമായി ഇടപെടുന്ന രാജ്യമാണ്. പാകിസ്ഥാൻ അമേരിക്കയുടെ സ്വന്തം ആളായിട്ട് തന്നെയാണ് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ സഖ്യത്തിലെ തന്നെ 3 രാജ്യങ്ങൾ ഒരു മുന്നണി രൂപീകരിച്ച് ആ പ്രദേശത്തിന്റെ സുരക്ഷ ഏറ്റെടുക്കുമ്പോൾ അമേരിക്കയ്ക്ക് ആശങ്ക ഉണ്ടാകേണ്ടതാണ്. ഒരുപക്ഷെ ഈ ജാള്യത മറച്ചു വെക്കുന്നതിനായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഒരുപക്ഷെ ചെറിയ അബദ്ധം പറ്റിയിരിക്കുന്നു, ഇത്രയും വിചാരിച്ചു കാണില്ല. പക്ഷെ എന്നാൽ പിന്നെ സ്വാഗതം ചെയ്യുക, എ ബിഗ് ബോൾഡ് പോസിറ്റീവ് ഇനിഷ്യേറ്റീവ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ ഈ സംരംഭത്തെ കുറിച്ചത്. നിങ്ങളുടെ സ്വന്തം സുരക്ഷ ഏറ്റെടുക്കുന്നിടത്തോളം കാലം തങ്ങൾ സന്തുഷ്ടരാണ് എന്ന രീതി മുഖം രക്ഷിക്കാൻ, ഞാൻ അങ്ങനെയാണ് കാണുന്നത്, അമേരിക്കയ്ക്ക് മുഖം രക്ഷിക്കാൻ ലഭിച്ച ഒരു അവസരം. അങ്ങനെയല്ല വിമർശിച്ചിരുന്നുവെങ്കിൽ വിമർശകർ പറയുമായിരുന്നു ഇതാ അമേരിക്കയ്ക്ക് കൈപൊള്ളിയിരിക്കുന്നു, സ്വന്തം കാൽക്കേടിൽ നിന്നും മണ്ണൊലിച്ചു പോയിരിക്കുന്നു. ഇപ്പോഴങ്ങനെയല്ല. അതുകൊണ്ട് ഒരു ഡാമേജ് കൺട്രോളിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് അങ്ങനെ പറഞ്ഞു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നന്ദി ശ്രീ മോഹൻ വർഗീസ്, താങ്കളുടെ ഈ വിശകലനത്തിന്. ഏതായാലും വളരെ വിശദമായി തന്നെ ഈ വിഷയം അദ്ദേഹം വിശകലനം ചെയ്തു. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകണം. അത് ട്രംപിന്റെ മറ്റൊരു നിറമാറ്റമാണ്. അത് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായുള്ള തൻ്റെ വളരെ നല്ല ബന്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കിം ജോങ് ഉന്നുമൊത്തുള്ള ചിത്രം ഇപ്പോൾ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യമായി ഉത്തര കൊറിയ സന്ദർശിക്കുന്ന ഒരു പ്രസിഡന്റായി ട്രംപ് 7 വർഷം മുമ്പ് മാറിയിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഉത്തര കൊറിയയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ദക്ഷിണ കൊറിയയുമായി വളരെ നല്ല ബന്ധം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. സംയുക്ത സൈനികാഭ്യാസമൊക്കെ അവരുമായി ചേർത്ത് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ സംയുക്ത സൈനിക അഭ്യാസം തുടങ്ങാനിരിക്കെ അത് അമേരിക്ക ഗണ്യമായി കുറയ്ക്കുമെന്ന പ്രസ്താവനയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. അത് ഇറാൻ യുദ്ധത്തിൽ ദക്ഷിണ കൊറിയയുടെ പിന്തുണ, താൻ ശ്രമിച്ച തരത്തിലുള്ള പിന്തുണ അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് കിം ജോങ് ഉന്നുമായി അടുക്കാൻ ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നന്ദന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നന്ദന, ഓരോ സമയത്തും കാര്യങ്ങൾ മാറ്റി പറയുന്ന, ബന്ധങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാത്ത ഒരു നേതാവാണ് ട്രംപ്, സംശയമില്ല. ഇപ്പോൾ കിം ജോങ് ഉന്ന് ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ പലതരത്തിലുള്ള രാജ്യങ്ങളുമായി വലിയ തോതിലുള്ള ശത്രുത നിലനിർത്തുന്ന, ആണവായുധ ഭീഷണി പലപ്പോഴും മുഴക്കുന്ന, കാടത്ത നിയമങ്ങൾക്ക് പേരുകേട്ട ഉത്തര കൊറിയയുമായി സഖ്യത്തിലേർപ്പെടാൻ ഒരുങ്ങിയാണ് ട്രംപ്. എന്തായിരിക്കും ഇതിന് പിന്നിൽ? രഞ്ജിത്ത്, ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രസ്താവന. ദക്ഷിണ കൊറിയയുമായി ചേർന്ന് അമേരിക്ക നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വെട്ടിച്ചുരുക്കുമെന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി താൻ നല്ല അടുപ്പത്തിലാണെന്നും ഞങ്ങൾ നല്ല ബന്ധമാണ് പുലർത്തുന്നത് എന്നും ട്രംപ് പറയുന്നുണ്ട്. 2018 താനും കിം ജോങ് ഉന്നുമായി എടുത്ത ഒരു
ചിത്രം, ആ ഒരു ചിത്രം പോസ്റ്റ് ചെയ്ത് അതിൽ ഞങ്ങൾ കാണുന്ന പോലത്തെ ശത്രുതാ മനോഭാവമല്ല, ഞങ്ങളിപ്പോൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് എന്നുള്ളൊരു പോസ്റ്റ് ട്രംപ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് പങ്കുവച്ച് 24 മണിക്കൂർ കഴിയും മുന്നേ തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന, ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനിക അഭ്യാസം ഞങ്ങൾ വെട്ടിച്ചുരുക്കുകയാണ് എന്നുള്ളൊരു പ്രസ്താവന ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ വാദങ്ങളും അതൃപ്തിയും ഒക്കെ കൂടുതൽ പരിശോധിക്കുകയാണെങ്കിൽ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരം സൈനിക അഭ്യാസങ്ങൾ, ഈ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ അമേരിക്കയ്ക്ക് വലിയ ചിലവാണ് വരുത്തി വയ്ക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ഇത്തരം സാമ്പത്തിക ചിലവുകളിൽ ഭൂരിഭാഗം ചിലവും വഹിക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിലവ് അനാവശ്യമാണെന്നും അത് എന്നുമാണ് ട്രംപിൻ്റെ പക്ഷം. മേഖലയിൽ അനുചിതവും ശത്രുതാ മനോഭാവവും ഉണ്ടാക്കാൻ ഇത്തരം സൈനികാഭ്യാസങ്ങൾ കാരണമാകുന്നു എന്നുള്ളൊരു വിചിത്രപക്ഷവും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. ഇതിനു പുറമെ ദക്ഷിണ കൊറിയയോടുള്ള തൻ്റെ അതൃപ്തിയും ട്രംപ് തുറന്നു പറയുന്നുണ്ട്. ഇറാനെ ആണവ വിമുക്തമാക്കാനുള്ള US നീക്കങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിന് ദക്ഷിണ കൊറിയ തയ്യാറാവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ട്രംപ് ചോദിച്ച ചോദ്യത്തിന് നോ താങ്ക്സ് എന്നുള്ള ഒരു മറുപടിയിൽ ദക്ഷിണ കൊറിയ അതിനോട് വിസമ്മതം അറിയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ഈ നിലപാടുകൾ തള്ളിക്കൊണ്ട് വാർഷിക സൈനികാഭ്യാസങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദക്ഷിണ കൊറിയയുടെ തീരുമാനം. ഉൾച്ചി ഫ്രീഡം ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംയുക്ത അഭ്യാസം നിശ്ചയിച്ച പ്രകാരം തന്നെ തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സിയോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വമ്പൻ പരിശീലനത്തിൽ 18,000-ഓളം ദക്ഷിണ കൊറിയൻ സൈനികർ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ദക്ഷിണ കൊറിയയിലുള്ള 28,500 അമേരിക്കൻ സൈനികരിൽ ഒരു വലിയ പങ്കും ഇതിൻ്റെ ഭാഗമാകും. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയൻ സൈന്യത്തെ വിന്യസിച്ച പശ്ചാത്തലത്തിൽ ആ ഭീഷണി കൂടി കണക്കിലെടുത്താണ് ഇത്തവണത്തെ പരിശീലനമെന്നാണ് US സൈനിക വക്താവ് റയാൻ ഡൊണാൾഡ് വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ നേരിട്ടുള്ള സൈനികമോ ലോജിസ്റ്റിക്കോ ആയ സഹായം നൽകാൻ സിയോൾ വിസമ്മതിച്ചതിലുള്ള അതൃപ്തി വളരെ കാര്യമായ രീതിയിൽ തന്നെ ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബന്ധങ്ങൾ മാറ്റിമറിക്കാനായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണോ ഇപ്പോഴത്തെ സാഹചര്യം അതിനനുസരിച്ച് ഓരോ ബന്ധങ്ങൾ സ്ഥാപിക്കാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും രഞ്ജിത്ത്. തീർച്ചയായും അതാണ്. ഏതായാലും ഇപ്പോൾ കിം ജോങ് ഉന്നുമായി അടുക്കാനുള്ള ട്രംപിന്റെ ശ്രമമാണ് ഇപ്പോൾ ലോക തലത്തിൽ ശ്രദ്ധേയമാകുന്നത്, ചർച്ചയാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയാണ്. മറ്റൊരു വാർത്ത, റഷ്യക്കെതിരെ യുക്രൈൻ നടത്തുന്ന ആക്രമണം, അത് 2026 ഏറ്റവും വലിയ വ്യോമാക്രമണങ്ങളിൽ ഒന്ന് ഇന്നലെ നടന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏതാണ്ട് 800ഓളം ഡ്രോണുകൾ ഒറ്റ രാത്രി കൊണ്ട് 800ഓളം ഡ്രോണുകൾ യുക്രൈനിൽ എത്തിയെന്നും ആ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നും മറ്റുമാണ്, ഉക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് എത്തിയെന്നും അത് വെടിവെച്ചിട്ടു എന്നും മറ്റുമാണ് ഇപ്പോൾ റഷ്യ വ്യക്തമാക്കുന്നത്. അതിൽ 600 ഡ്രോണുകളും വളരെ കൃത്യമായി ലക്ഷ്യം വെച്ചത് മോസ്കോയായിരുന്നു. മോസ്കോ നഗരത്തെ ലക്ഷ്യമിട്ട് ഏതാണ്ട് 600ഓളം ഡ്രോണുകൾ കുതിച്ചെത്തുകയാണ്. റഷ്യക്ക് നേരെ 2026 ഏറ്റവും വലിയ വ്യോമാക്രമണമായി ഇത് കണക്കാക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 7 മരണം സംഭവിച്ചിരിക്കുന്നു. മോസ്കോയിലെ വൈൽഡ് ബെറി വെയർഹൗസ്, അവിടുത്തെ ഏറ്റവും വലിയ ഒരു വെയർഹൗസാണ്, അതിന് തീപിടിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. റഷ്യ തിരിച്ചടിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും യുക്രൈൻ ഉപയോഗിച്ചത് സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങളാണ്. അങ്ങനെ യുദ്ധം വീണ്ടും കടുക്കുന്ന ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1550-ലധികം ഡ്രോണുകളാണ് റഷ്യയിലേക്ക് കുതിച്ചെത്തിയത്. ചില്ലറ നാശനഷ്ടമൊന്നുമല്ല റഷ്യയിൽ സംഭവിച്ചത്, അതെല്ലാവരും പറയുന്നുണ്ട്. റഷ്യ വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ്. അമേരിക്കയെ പോലെ തന്നെ ലോകത്തെ വൻ ശക്തികളൊന്നായ റഷ്യയെ ചെറിയ രാജ്യമായ യുക്രൈൻ, അമേരിക്ക എങ്ങനെയാണോ ഇറാൻ പിടിച്ചുകെട്ടിയത്, യുക്രൈൻ ഇപ്പോൾ റഷ്യയെ പിടിച്ചുകെട്ടുകയാണ്. നന്ദന, അസാധാരണമായ സാഹചര്യമാണ്. 1560 ഗൈഡഡ് ഏരിയൽ ബോംബുകളും മറ്റുമാണ് അങ്ങോട്ടേക്ക് കുതിച്ചെത്തുന്നത്. അവരുടെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ഗോഡൌണുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, പെട്രോൾ ക്ഷാമം അതിരൂക്ഷമാണ്. പക്ഷേ ഉക്രൈൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. വീണ്ടും അതിശക്തമായി ആക്രമിക്കുകയാണ് റഷ്യയെ. തീർച്ചയായും രഞ്ജിത്ത്, യുക്രൈൻ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാത്തൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. റഷ്യക്ക് നേരെ യുക്രൈൻ നടത്തിയത് ഈ വർഷത്തെ ഏറ്റവും വലിയ വ്യോമാക്രമണമാണ്. റഷ്യൻ അതിർത്തി കടന്നെത്തിയത് 800ഓളം ഡ്രോണുകളാണ്. ഈ റഷ്യൻ അതിർത്തി കടന്നെത്തിയ 800ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായിട്ടൊക്കെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അയച്ചതിൽ 600ഓളം ഡ്രോണുകളും ലക്ഷ്യമിട്ടത് റഷ്യൻ തലസ്ഥാനമായ മോസ്കോ നഗരത്തെയാണ്. സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങളാണ് യുക്രൈൻ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്.
ആക്രമണത്തിൽ മോസ്കോ മേഖലയിൽ ഒരാളും റോസ്റ്റോവിൽ 5 പേരും ഉൾപ്പെടെ 7 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ. മോസ്കോ മേഖലയിൽ മാത്രം 187 ഡ്രോണുകൾ വ്യോമപ്രതിരോധ സേനയും ഇലക്ട്രോണിക് യുദ്ധവിമാനവും ചേർന്ന് നിർവീര്യമാക്കിയ ഒരു സാഹചര്യവുമുണ്ട്. റഷ്യയുടെ ആമസോൺ എന്നറിയപ്പെടുന്ന വൈൽഡ് ബെറീസ് കമ്പനിയുടെ 2,50,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കൂറ്റൻ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ വെയർഹൌസിന് തീ പിടിച്ച ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ തീപിടുത്തത്തിൽ വെയർഹൌസിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആർക്കും ഇതുവരെയും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. റഷ്യൻ സൈന്യത്തിന് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വൈൽഡ് ബെറീസ് എന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് യുക്രൈൻ ഈ ഒരു കമ്പനിയെ ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾക്കിടെ അയൽ രാജ്യമായ കസാക്കിസ്ഥാനിൽ പുതിയ സംഭരണശാലകൾ നിർമ്മിക്കുമെന്ന് വൈൽഡ് ബെറീസ് അറിയിച്ചിട്ടുണ്ട്. റോസ്റ്റോവിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും എണ്ണക്കപ്പലിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റഷ്യയുടെ തെക്കു പടിഞ്ഞാറൻ മേഖലകളിലായി 17ഓളം പ്രദേശങ്ങളിൽ ഡ്രോണുകൾ തടഞ്ഞ ഒരു സാഹചര്യം നിലവിലുണ്ട്. തെക്കൻ റഷ്യയിലെ റോസ്റ്റോവിൽ 5 പേർ കൊല്ലപ്പെട്ടു. റഷ്യൻ സൈന്യത്തിനായി ഖര റോക്കറ്റ് ഇന്ധനം സോളിഡ് റോക്കറ്റ് പ്രൊഫിലൻ എന്ന ഖര റോക്കറ്റ് ഇന്ധനം നിർമ്മിക്കുന്ന പ്രമുഖ പ്രതിരോധ സ്ഥാപനമാണ് ഇവിടെ ആക്രമിക്കപ്പെട്ടത്. നോറോവെസ്റ്റിക് തുറമുഖത്തിന് സമീപം നങ്കൂരമിട്ടിരുന്ന ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെയും 2 തവണ ആക്രമണം ഉണ്ടായതായി മാറിക്സ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നിൽ യുക്രൈനാണ് എന്ന് തന്നെയാണ് സംശയം. അതേസമയം റഷ്യ വെറുതെ ഇരിക്കുന്നില്ല. റഷ്യയും തിരിച്ചടിക്കുകയാണ്. യുക്രൈനിൽ കനത്ത നാശനഷ്ടം റഷ്യ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1550-ലധികം ആക്രമണങ്ങളാണ് റഷ്യ യുക്രൈന് നേരെ അഴിച്ചുവിട്ടത്. 1560 ഗൈഡഡ് ഏരിയൽ ബോംബുകളും 62 മിസൈലുകളും റഷ്യ ഉക്രൈനു നേരെ പ്രയോഗിച്ചതായി സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ ക്രിവി ഹിറിൽ 2 പേരും വടക്കൻ മേഖലയായ സുമിയിൽ ഒരാളും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ക്രിവി ഹില്ലിലെ ആർസെലർ മിത്തൽ ഉരുക്ക് ഫാക്ടറിയിലുണ്ടായ ആക്രമണത്തിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 13ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. രാത്രി എത്തിയ ശരി നന്ദന, വിശദമായ റിപ്പോർട്ടിന്. ഏതായാലും മറ്റൊരു പ്രധാന പ്രശ്നം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അമേരിക്ക വലിയ പിന്തുണ യുക്രൈന് കൊടുക്കുമെന്നൊക്കെയുള്ള ആഗ്രഹം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടൊക്കെ അമേരിക്ക ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇറാൻ യുദ്ധം തീവ്രമായതോടുകൂടി ബാലിസ്റ്റിക് മിസൈലുകളുടെ അടക്കം വലിയ ഷോർട്ടേജ് തങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ യുക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി CNN അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. അമേരിക്കയിൽ നിന്ന് അടിയന്തരമായി ആവശ്യമായ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ 10-1 മാത്രമേ തങ്ങളുടെ പക്കലുള്ളൂ എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പുതിയ പ്രസ്താവന. കൂടുതൽ മിസൈലുകൾക്കായി സഖ്യകക്ഷികളുമായി നടത്തുന്ന സങ്കീർണമായ ചർച്ചകളിലും ലക്ഷക്കണക്കിന് ഫോൺ കോളുകളിലുമാണ് താൻ തന്റെ ദിവസങ്ങൾ ചിലവഴിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. യുക്രൈനിലെ പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ശേഖരം തീർന്നുപോയ സാഹചര്യം മുതലെടുത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ അതിവേഗം വർദ്ധിച്ചു. തലസ്ഥാനമായ കീവിനെ അവ സാരമായി ബാധിച്ചുവെന്നാണ് സെലൻസ്കിയുടെ പരിവേദനം. എല്ലാ റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളെയും തടയാൻ അമേരിക്കയുടെ നിലവിലുള്ള ശേഖരത്തിന്റെ 10-1 ഭാഗം മതിയെന്നും എന്നാൽ ശൈത്യകാലം പിന്നിടാൻ 5% മതിയാകുമെന്നും സെലൻസ്കി പറയുകയാണ്. അതായത് അമേരിക്കയോട് കേഴുകയാണ് തങ്ങൾക്ക് ഇന്റർസെപ്റ്റർ മിസൈലുകൾ തരണമെന്നുള്ളത്. 2025-ലുള്ളതിനേക്കാൾ 2.5 ഇരട്ടി കുറവ് ആയുധങ്ങളാണ് ഈ വർഷം തങ്ങളുടെ പക്കലുള്ളത് എന്ന് പറയുകയാണ്. ഇരട്ടി ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ പ്രതിമാസം ഉപയോഗിക്കുമ്പോഴാണ് തങ്ങളുടെ ആയുധ ശേഖരവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സെലൻസ്കി അല്ലെങ്കിൽ യുക്രൈൻ പുറത്തുവിടുന്നത് എന്നത് പ്രധാനപ്പെട്ടത്. അതായത് അമേരിക്ക സഹായിക്കുന്നില്ല ഇപ്പോൾ ആവശ്യത്തിന്, തങ്ങൾക്ക് ആയുധങ്ങൾ വേണമെന്ന് വീണ്ടും വൈറ്റ് ഹൗസിൽ എത്തി ട്രംപിനെ കണ്ടപ്പോഴും സെലൻസ്കി സമാനമായ ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ ട്രംപ് ഇതുവരെ അതിന് വഴങ്ങുന്ന ലക്ഷണമില്ല. കാരണം അതിനുള്ള അവസ്ഥയിലല്ല അമേരിക്ക ഇപ്പോൾ. മറ്റൊരു വാർത്ത, അതും പ്രധാനപ്പെട്ട ഒന്നാണ്. US സൈനികനെ പിടിച്ചാൽ സമ്മാനം എന്നാണ് ഇപ്പോൾ ഇറാന്റെ പ്രഖ്യാപനം. അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സമാധാന നീക്കങ്ങൾ നമുക്കറിയാം തുലാസിലാണ്. അമേരിക്കയും ഇറാനും പരസ്പര പ്രസ്താവനകളുമായി രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്. ആശങ്കകൾ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും കടുക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇവിടെയാണ് ഇറാൻ വീണ്ടും പ്രകോപനം ആളിക്കത്തിക്കുന്നത്. US സൈനികരെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് $30,000 പാരിതോഷികമാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു ഇന്ത്യൻ രൂപ എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള ഒരു പാരിതോഷികം, അതായത് 30 ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള പാരിതോഷികം ഇപ്പോൾ ഇറാൻ സൈനിക മേധാവി പ്രഖ്യാപിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അമീർ ഹതാമി സൈനിക മേധാവിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സൈനികരെ പിടിക്കുന്നത് ഇറാനിയൻ സ്ത്രീകളാണെങ്കിൽ ഇരട്ടി പാരിതോഷികം നൽകുമെന്നാണ് ഹതാമിയുടെ പ്രസ്താവന. അതായത്
സ്ത്രീകൾക്കും ഇറങ്ങാം സൈനികരെ പിടിക്കാനായി. അവരെ എവിടെ നിന്ന് പിടിച്ച് ഞങ്ങളുടെ പക്കൽ എത്തിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് $30,000, സ്ത്രീകൾക്ക് $60,000 നൽകും എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാന്റെ സൈനിക മേധാവി. അതേസമയം US സൈനികരെ എങ്ങനെ പിടികൂടാനാണ് എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഹദാമി തയ്യാറാകാത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇറാനുമായുള്ള യുദ്ധത്തിൽ സൈനികരെ US കരയിലേക്ക് ഇതുവരെ എത്തിച്ചിട്ടില്ല. കരയുദ്ധം US ആരംഭിച്ചിട്ടില്ല. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, കരയുദ്ധം ആരംഭിച്ചാൽ ഞങ്ങളുടെ അതിർത്തികളിൽ, ഞങ്ങളുടെ മണ്ണിൽ അമേരിക്കൻ സൈനികർ കാലുകുത്തിയാൽ ആ കാല് വെട്ടും എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അടക്കം പറഞ്ഞ സാഹചര്യം നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അതിനോട് ചേർത്ത് വെച്ചാൽ ഇത് വെറുതെ അമേരിക്കയെ പ്രകോപിപ്പിക്കാനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഹോർമുസ് ഒക്കെ ഞങ്ങൾക്കൊപ്പമാണ് എന്ന് അമേരിക്ക പറഞ്ഞു വെക്കുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അമേരിക്കയെ പ്രകോപിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇറാനുള്ളത്. അല്ലാതെ ഇപ്പം നമുക്കറിയാം, വ്യോമാക്രമണമാണ് അമേരിക്ക കൂടുതലായി നടത്തുന്നത്. അത് മാത്രമല്ല, അമേരിക്കയുടെ എയർബേസുകളിലാണ്, ഖത്തറിലും സൗദിയിലും മറ്റുമുള്ള ബേസുകളിലാണ് അമേരിക്കൻ സൈനികരുള്ളത്. അവിടെ എത്തി ഇവരെ ഒന്ന് പിടികൂടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വിമാനവാഹിനി കപ്പലുകളിൽ നിന്നാണ് ആക്രമണങ്ങൾ പ്രധാനമായി നടക്കുന്നത്. എങ്കിലും ഇറാന്റെ പ്രകോപനം US-നെയും ട്രംപിനെയും വല്ലാതെ ചൊടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശക്തമായി തിരിച്ചടിക്കാൻ US മുതിരും എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം തങ്ങളുടെ സൈനികരെ പിടിച്ചാൽ പാരിതോഷികം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഇറാൻ വളർന്നോ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ അമേരിക്കയിൽ ഉയർന്നേക്കാം എന്ന കാര്യം സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടുന്നത് ഇർന വാർത്താ ഏജൻസി ആണ്. സാമ്പത്തിക സഹായ പദ്ധതിയിൽ പങ്കാളികളാകാൻ ഒട്ടേറെ പേർ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഈ നീക്കമെന്നാണ് അമീർ പറയുന്നത്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഒരു 1-2 യുദ്ധവിമാനങ്ങളൊക്കെ US-ൽ ഇറാനിൽ തകർന്നു വീഴുകയും മറ്റും ചെയ്തിരുന്നു. അവരെ, ആ യുദ്ധവിമാനങ്ങളിൽ ഉണ്ടായ സൈനികരെ അമേരിക്ക എങ്ങനെ രക്ഷിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് വളരെ ശ്രമകരമായാണ് അമേരിക്ക രക്ഷിക്കുകയും മറ്റും ചെയ്തത്. ഒരു US സൈനികരെങ്കിലും ഇറാന്റെ പിടിയിലായിരുന്നുവെങ്കിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രം മൊത്തം മാറ്റേണ്ട ഒരവസ്ഥയിലേക്കൊക്കെ വന്നേനെ. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണോ നീക്കങ്ങളാണോ ഇറാൻ നടത്തുന്നത് എന്ന സംശയവും ലോകത്ത് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം കൂടുതൽ വാർത്തകളുമായി ഇടവേളയ്ക്ക് ശേഷം. ഈ പകൽക്കൊള്ള കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒരു കാലത്ത് ഗൾഫ് പ്രശസ്ത നടി അനന്യ രാജിന്റെ മരണത്തിൽ അനുശോചനം പ്രവാഹമാണിപ്പോൾ. പക്ഷെ താരത്തിന് എന്താണ് സംഭവിച്ചത് എന്നും മരണവിവരം എങ്ങനെയാണ് മരിച്ചത് എന്ന വിവരം കുടുംബം പുറത്തുവിടാൻ 1 മാസം വൈകിയത് എന്തുകൊണ്ടാണ് എന്നുമാണ് ആരാധകർ ചോദിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 15-നാണ് അനന്യ രാജ അന്തരിച്ചത് എന്നാണ് ഇന്നലെ പുറത്തുവിട്ട കുറിപ്പിൽ കുടുംബം വിശദീകരിക്കുന്നത്. ഈ 15 എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും 1 വർഷമായി നടി ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നുവെന്നുമാണ് കുടുംബം ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നത്. പക്ഷേ മരിച്ച് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കുടുംബം പുറത്തുവിടാത്തതാണ് ഇതിൻ്റെ ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. ഹൃദയഭേദകമായ വാർത്ത പങ്കുവെക്കുന്നു എന്നെഴുതിയ ഒരു കുറിപ്പാണ് കുടുംബം ഇന്നലെ പുറത്തുവിട്ടത്. ഇത് അനന്യയുടെ കുടുംബമാണ്. ജൂലൈ 15-ന് പുലർച്ചെ അനന്യ മരിച്ചുവെന്നും വളരെ വേദനയോടെ ഞങ്ങൾ അറിയിക്കുന്നു എന്നാണ് ആ കുറിപ്പിലുള്ളത്. ഉറക്കത്തിൽ സമാധാനപരമായി അന്തരിച്ചു. 1 വർഷത്തിലേറെയായി ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളിലൂടെ അനന്യ കടന്നു പോവുകയായിരുന്നു എന്നാണ് കുറിപ്പിലുള്ളത്. അവ മറികടക്കാൻ ഒരു യോദ്ധാവിനെ പോലെ അവർ പോരാടി എന്നും കുടുംബം എഴുതുകയാണ്. പക്ഷേ ഇതിൽ എന്തുകൊണ്ട് ഇത്രയും നാൾ വൈകി എന്നുള്ള പ്രതികരണവുമായി നിരവധി പേർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ എത്തുകയാണ്. 7 മാസം മുമ്പും നടിയുമായി സംസാരിച്ചിരുന്നുവെന്നും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും ഇൻഫ്ലുവൻസർ പങ്കജ് ശർമ്മ കുറിച്ചു. അത് ഞങ്ങളുടെ അവസാന സംഭാഷണമാണെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്നാണ് പങ്കജ് ശർമ്മ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞത്. മരണകാരണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയണമെന്ന് ഒട്ടേറെ പേർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. മുംബൈയിൽ വളർന്ന അനന്യ സംഗീത വീഡിയോകളിൽ അഭിനയിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തിയത്. 2016 പുറത്തിറങ്ങിയ 7 Hours to Go എന്ന ചിത്രത്തിലൂടെയാണ് ബോളിവുഡിലേക്ക് അവർ ചുവടുവെച്ചത്. പിന്നീട് ദി ഫൈനൽ എക്സിറ്റ്, ഗോസ്റ്റ് എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഹിന്ദി സിനിമയ്ക്ക് പുറമെ തെലുങ്ക് സിനിമകളിലും അനന്യ സാന്നിധ്യമായിരുന്നു. സൈനികരുടെ മാനസിക സമ്മർദ്ദം ഏറ്റുപറഞ്ഞ് US 30-40 ദിവസത്തേക്ക് മാത്രമെന്ന് അറിയിച്ചാണ് ആയിരക്കണക്കിന് US സൈനികരുമായി വിമാനവാഹിനി കപ്പലായ USS ഏബ്രഹാം ലിങ്കൺ ഹോർമുസിലെത്തിയത്. പക്ഷേ 250 ദിവസത്തിലേറെയായി കടലിൽ കഴിയേണ്ട അവസ്ഥയായിരുന്നു. ഇത് സൈനികരെ മാനസികമായി സമ്മർദ്ദത്തിലേക്ക് തള്ളിയെന്നാണ് അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിച്ചത്. ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെക്രട്ടറി പീറ്റ് ഹെക്സത്തും ഒക്കെ ഈ പ്രശ്നം ലഘൂകരിക്കാൻ
ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പറാണ് ഈ ആരോപണങ്ങൾ ഇപ്പോൾ ശരിവെച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കടൽ യുദ്ധം എല്ലാവർക്കും പറ്റിയ പണിയല്ല. വിരമിച്ച 40 ലക്ഷം US നാവികസേനാംഗങ്ങളോട് ചോദിച്ചാൽ അത് മനസ്സിലാകും എന്നാണ് കൂപ്പർ തൻ്റെ എക്സ് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഓരോ 30-45 ദിവസം കൂടുമ്പോഴും അറ്റകുറ്റപ്പണികൾക്കും സൈനികരുടെ വിശ്രമത്തിനുമായി യുദ്ധക്കപ്പൽ ഏതെങ്കിലും തുറമുഖത്ത് അടുപ്പിക്കാറുണ്ട്. എന്നാൽ 6 മാസത്തിലധികമായി എബ്രഹാം ലിങ്കൺ കടലിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. ഭക്ഷണക്ഷാമം, വിശ്രമമില്ലാത്ത ജോലി, കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാനുള്ള പ്രയാസം എന്നിവയൊക്കെ സൈനികരെ വല്ലാത്ത സമ്മർദ്ദത്തിലേക്ക് തള്ളി എന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ചിലർ കടലിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും പലർക്കും ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടായിരുന്നുവെന്നും മറ്റുമായിരുന്ന റിപ്പോർട്ടുകൾ. ഇത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ബ്രാഡ് കൂപ്പറിൻ്റെ വാക്കുകൾ. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ചില്ലറ കുഴപ്പങ്ങളല്ല സൃഷ്ടിക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോ ലോകമെമ്പാടും ലക്ഷോപലക്ഷം ആരാധകരുള്ള വലിയൊരു ഫുട്ബോൾ താരം. ഈ സീസൺ തൻ്റെ അവസാനത്തേതാകാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ റൊണാൾഡോ വ്യക്തമാക്കുകയാണ്. ഈ ലോകകപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ 41-കാരനായ റൊണാൾഡോ തൻ്റെ കരിയറിൽ നിന്ന് വിരമിക്കും എന്നുള്ള സൂചനകൾ പുറത്തു വന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് തൻ്റെ പങ്കാളി ജോർജീന റോഡ്രിഗസിനെ വിവാഹം കഴിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാഹ ഉടമ്പടി കരാറൊക്കെ പുറത്തു വരികയും മറ്റും ചെയ്യുന്നത്. കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ഭാവി ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് റൊണാൾഡോയുടെ പ്രസ്താവന. നമുക്കറിയാം, 5 തവണ ബാലൺ ഡിയോർ പുരസ്കാരവും 5 തവണ ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടിയ റൊണാൾഡോ തൻ്റെ കരിയറിൽ ഇനിയിപ്പോൾ വാങ്ങാനായി ഒന്നുമില്ല. ലോകകപ്പ് കിരീടം എന്നുള്ള ഒരു സ്വപ്നം അത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് റൊണാൾഡോ പോകുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴും ഇത്തവണത്തെ ലോകകപ്പിലൊക്കെ അദ്ദേഹത്തിന് ഒരു നിറം മങ്ങിയ പ്രകടനമായിരുന്നു എന്ന ആക്ഷേപമൊക്കെ ഉയർന്നു എങ്കിൽ പോലും ഇംഗ്ലണ്ടിലും സ്പെയിനിലും ഇറ്റലിയിലും സൗദി അറേബ്യയിലുമൊക്കെയുള്ള ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കിയ ആൾ കൂടിയാണ്. പുരുഷ അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരൻ, മെസ്സിക്കൊപ്പം താരതമ്യം ചെയ്യാവുന്ന ആരാധക വൃന്ദമുള്ള ഒരു കളിക്കാരൻ കൂടിയാണ്. ഇപ്പോൾ സൗദി പ്രോ ലീഗ് ചാമ്പ്യന്മാരായ അൽ നസറിൽ ഏകദേശം 4 വർഷമായി കളിക്കുന്ന പോർച്ചുഗൽ ക്യാപ്റ്റന് ക്ലബ്ബുമായുള്ള കരാർ ഇനി 1 വർഷം കൂടി ബാക്കിയുണ്ട്. പക്ഷേ ഫുട്ബോളിലെ എൻ്റെ അവസാന വർഷമായിരിക്കും ഇത് എന്നും മികച്ചൊരു പാരമ്പര്യം അവശേഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നും തൻ്റെ വിവാഹത്തെക്കുറിച്ച് വോഗ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ റൊണാൾഡോ പറയുകയാണ്. വളരെ റെയറായാണ് റൊണാൾഡോയെ പോലൊരു താരം അഭിമുഖം നൽകുന്നത്. പക്ഷേ ഈ അഭിമുഖത്തിന് ഏറെ പ്രസക്തിയുണ്ട് താരം. എൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ പദ്ധതികളുണ്ട്. തിരക്കിലായിരിക്കും ഒട്ടേറെ ഉള്ളതുകൊണ്ട് അതിൽ ഒരെണ്ണം മാത്രം എടുത്തു പറയുക പ്രയാസമാണ്. കാരണം ഫുട്ബോൾ ജീവിതം അവസാനിക്കുമ്പോൾ വലിയൊരു ശൂന്യത അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഒരൊറ്റ കാര്യത്തിലല്ല, മറിച്ച് പല വഴികളിലൂടെ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. കൂടുതൽ ആസ്വദിക്കുക, യാത്രകൾ ചെയ്യുക, ഏറെ ഇഷ്ടമുള്ള കളികൾ കാണുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് റൊണാൾഡോ പറയുന്നത്. നമുക്കറിയാം, റൊണാൾഡോയ്ക്ക് ഇനി കരിയറിൽ 1000 ഗോളുകൾ തികയ്ക്കാൻ കേവലം 24 ഗോളുകൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷം കൊണ്ട് അതുകൂടി പൂർത്തിയാക്കി റിട്ടയർ ചെയ്യാനാകും ഒരുപക്ഷെ റൊണാൾഡോയുടെ ശ്രമം. റെയിൽവേ സ്റ്റേഷനുകളിലെ കുടിവെള്ളം ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാകുന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട്. വാട്ടർ കൂളറുകളിലെ വെള്ളത്തിൽ പോലും കോളി ബാക്ടീരിയ, ഭക്ഷ്യവിഷബാധ, വയറിളക്കം, വൃക്കത്തകരാർ എന്നിവ കാരണമാകുന്ന ബാക്ടീരിയകളും ഉണ്ട് എന്നാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. യാത്രക്കാർക്ക് ശൗചാലയവും ഇരിപ്പിടവും കുടിവെള്ളവും ഒരുമിച്ച് ക്രമീകരിക്കേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ് എന്നും CAG റിപ്പോർട്ടിലുണ്ട്. അതിവേഗ ട്രെയിനുകൾ പ്രഖ്യാപിച്ചും മുഖം മിനുക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ റെയിൽവേ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ജലസാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുക, ക്ലോറിനേഷന് അളവ് രേഖപ്പെടുത്തുക തുടങ്ങിയവ റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദക്ഷിണ, മധ്യ, കിഴക്കൻ റെയിൽവേകളിലെ വാട്ടർ കൂളർ സാമ്പിളുകളിൽ നിന്ന് കോളി ഉൾപ്പെടെയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. 2022-23 കാലയളവിലെ 8 സോണുകളിലെ 49 സ്റ്റേഷനുകളിലെയും 23-24 കാലയളവിൽ 9 സോണുകളിലെ 56 സ്റ്റേഷനുകളിലെയും കുടിവെള്ള സാമ്പിളുകൾ പരിശോധിച്ചു. അന്നും കോളി ബാക്ടീരിയ ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിട്ടുണ്ട്. 2019 മുതൽ 24 വരെയുള്ള കാലയളവിലെ പരിശോധനകളും തുടർന്നുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തിയാണ് CAG റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നത് കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കണം റെയിൽവേ എന്നുള്ളതാണ്. ജലവിതരണ സംവിധാനങ്ങൾ കൃത്യമായ ഇടവേളയിൽ പരിശോധിക്കണം. ഔദ്യോഗിക പ്രോട്ടോക്കോളുകൾ വളരെ കൃത്യമായി പാലിക്കണം എന്നും CAGയുടെ മുന്നറിയിപ്പുണ്ട്. അതേസമയം തൽക്കാലം പരിഭ്രാന്തരാകേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്നാണ് റെയിൽവേയുടെ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. തുടക്കം എന്ന ചിത്രത്തിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കും. മോഹൻലാൽ തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്.
ഇക്കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടു. കുറിപ്പിന് പ്രതികരിച്ചുകൊണ്ട് ജൂഡുമെത്തി. 12 വർഷത്തെ കാത്തിരിപ്പാണ് അവസാനിക്കുന്നതെന്ന് ജൂഡ് കുറിച്ചു. ജൂഡ് ആന്റണിയുമൊത്തുള്ള ഒരു ചിത്രത്തിനൊപ്പം പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് പുതിയ ചിത്രത്തെക്കുറിച്ച് മോഹൻലാൽ മനസ്സ് തുറന്നത്. ജൂഡുമായി കൈകോർക്കുന്നതിൽ സന്തോഷമുണ്ട് എന്ന് മോഹൻലാൽ കുറിച്ചു. അടുത്ത വർഷമായിരിക്കും ആ സിനിമ യാഥാർത്ഥ്യമാവുക. കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷമായി കാത്തിരിക്കുന്ന നിമിഷമാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ജൂഡ് ആന്റണി കുറിച്ചു. ഈ ചിത്രമൊരുക്കാൻ കാത്തിരിക്കുകയാണെന്നും ദൈവത്തിന് നന്ദിയുണ്ടെന്നും ജൂഡ് ആന്റണി പറഞ്ഞു. വിസ്മയ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ തുടക്കമാണ് ജൂഡിന്റെ സംവിധാനത്തിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന സിനിമ. മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ക്യാമിയോ വേഷത്തിലെത്തിയിരുന്നു. ചിത്രത്തിൽ മോഹൻലാൽ രംഗങ്ങൾക്ക് ഏറെ കയ്യടി കിട്ടുകയും ചെയ്തു. ഇടവേള. മലയാളികൾക്ക് ഓണം കേവലം ഒരു ഉത്സവമല്ല, അതൊരു വികാരമാണ്. ഒരു കാലത്ത് പുതിയ ഓണക്കോടിയും ഗൾഫിലെ വിശേഷങ്ങളുമായി നാട്ടിലേക്ക് വിമാനം കയറുന്ന പ്രവാസികൾ കേരളത്തിന്റെ ഉത്സവ കാഴ്ചകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഓണസദ്യയുണ്ട്. കുടുംബത്തോടൊപ്പം കൂട്ടായ്മകളുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് അവധിക്കാലം പൂർണ്ണമായി ആസ്വദിച്ച ശേഷമേ അവർ മടക്കയാത്രയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. വിദേശത്ത് ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് കേരളത്തിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും പകർന്നു നൽകാൻ പ്രവാസി മാതാപിതാക്കൾ കണ്ടെത്തിയിരുന്ന ഏറ്റവും മികച്ച അവസരമായിരുന്നു ഓണക്കാലത്തെ നാട്ടിലേക്കുള്ള യാത്രകൾ. എന്നാൽ ഇന്ന് കാലം മാറി. നാട്ടിലെ ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇതിന് പിന്നിലെ വില്ലൻ മറ്റാരുമല്ല, തൊട്ടാൽ കൈപൊള്ളുന്ന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ തന്നെയാണ്. ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യവും സ്വപ്നങ്ങളും നാട്ടിലെത്തിക്കാൻ കൊതിക്കുന്ന പ്രവാസിക്ക് മുന്നിൽ നിരക്ക് വർധനവിലൂടെ വലിയൊരു മതിൽ തീർക്കുകയാണ് വ്യോമയാന കമ്പനികൾ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് എക്കാലത്തും ഇരട്ടി തിരക്കുള്ള സമയമാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളുടെ വേനലവധി തീർന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതും നമ്മുടെ ഓണവും ഒരേ സമയത്താണ് വന്നെത്തുന്നത്. ഈ വർഷത്തെ വലിയ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞതിനാൽ വിമാന കമ്പനികളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വേനലവധിയും ഓണവും ലക്ഷ്യമാക്കി നാട്ടിലെത്തിയവരിലാണ്. നാട്ടിലെത്താൻ മുടക്കിയ തുകയേക്കാൾ 10 മടങ്ങ് അധികം ചെലവാക്കുന്ന തരത്തിലാണ് ഗൾഫിലേക്കുള്ള മടക്ക ടിക്കറ്റുകളുടെ നിരക്ക് വിമാന കമ്പനികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഡൈനാമിക് പ്രൈസിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പകൽക്കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ അൽഗോരിതങ്ങളുണ്ട്. യാത്രക്കാർ നിരന്തരം ടിക്കറ്റ് തിരയുമ്പോൾ തന്നെ ഡിമാൻഡ് മനസ്സിലാക്കി കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ 8,000 മുതൽ 15,000 രൂപ വരെ മാത്രം വിലയുണ്ടായിരുന്ന വൺ വേ ഇക്കോണമി ക്ലാസ് ടിക്കറ്റുകൾക്ക് ഇപ്പോൾ 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റിനിലേക്കുമുള്ള പല സർവീസുകളിലും സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണ് ബുക്കിംഗ് പോർട്ടലുകളിൽ തെളിയുന്നത്. ചെലവ് കുറയ്ക്കാൻ പ്രവാസികൾ കണ്ടെത്തുന്ന മറ്റു ചില വഴികളും ഇത്തവണ വ്യാപകമായി കാണാം. യാത്രാ തീയതി മാറ്റുക എന്നതാണ് പ്രധാന പോംവഴി. അതുകൊണ്ടാണ് ഓണത്തിന് മുൻപേ പലരും മടങ്ങാൻ നിർബന്ധിതരാകുന്നത്. ലക്ഷ്യസ്ഥാനത്തോട് ചേർന്ന മറ്റൊരു വിമാനത്താവളം പരിഗണിക്കുന്നവരുമുണ്ട്. നേരിട്ടുള്ള വിമാനങ്ങളെ ആശ്രയിക്കാതെ മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങൾ വഴിയുള്ള കണക്റ്റിംഗ് വിമാനങ്ങൾ തിരയുന്നവരും ഏറെയാണ്. ബംഗളൂരുവിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ഗൾഫിലേക്കുള്ള നിരക്കിനേക്കാൾ വലിയ ചൂഷണമാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നടക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് 30 മുതൽ 40% കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമ്പോഴാണ് പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ ഈ നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, കർണാടകയിലെ മംഗളൂരു വിമാനത്താവളങ്ങളെ ആശ്രയിച്ച് യാത്ര തിരിക്കുന്ന മലയാളികളുടെ എണ്ണവും അതുകൊണ്ട് തന്നെ കൂടുതലാണ്. എങ്ങനെയെങ്കിലും കുട്ടികളുടെ ക്ലാസുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഗൾഫിൽ തിരിച്ചെത്തുക, ജോലി നിലനിർത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഭീമമായ യാത്രാ ചെലവ് താങ്ങാൻ കഴിയാതെ ഇത്തവണത്തെ നാട്ടിലേക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിച്ച് UAEയിലെ ഫ്ളാറ്റുകളിൽ അവധിക്കാലം ചെലവഴിക്കാൻ നിർബന്ധിതരായ ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ 7ാം ക്ലാസ്സുകാരൻ ബിലാലിൻ്റെ മൃതദേഹം കണ്ടെത്തി. കൊതുകുമുക്ക് പാലത്തിന് അടിയിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കിട്ടിയത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എസ് വിനീഷ് കുമാർ ചേരുന്നു. വിനീഷ്, ഇന്നലെ മുതൽ തന്നെ വ്യാപകമായ തെരച്ചിലുണ്ടായിരുന്നു ആ പ്രദേശത്തൊക്കെ. കുട്ടിയുടെ സൈക്കിളും ജേഴ്സിയും മറ്റും ആറിൻ്റെ സമീപം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ എന്താണ് പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. 3 ദിവസമായിട്ട് ഈ 12-കാരനെ തിരക്കി വ്യാപകമായുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ബിലാലിന്റെ മൃതശരീരമാണ് രഞ്ജിത്ത് കണ്ടെത്തിയിരിക്കുന്നത്. പട സൗത്ത് സ്വദേശിയാണ്. നൌഷാദിന്റെ മകനാണ് ബിലാല്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കൂട്ടുകാരുമൊത്ത് കളിക്കാനായി പോയത്.
ഫുട്ബോൾ കളിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. തുടർന്ന് തിരിച്ച് വീട്ടിലെത്താത്തതിനെ തുടർന്ന് കുടുംബം പരാതി നൽകുകയും വ്യാപകമായിട്ട് തെരച്ചിൽ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ബിലാലിന്റെ മൃതശരീരം കായലിൽ കണ്ടെത്തി എന്നുള്ളതാണ്. ഇവരുടെ തിരച്ചിലിൽ തന്നെ ബിലാലിന്റെ സൈക്കിള്, അതുപോലെ തന്നെ ജേഴ്സി അടക്കം കായൽക്കരയിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ഒരു സംശയത്തെ തുടർന്നാണ് പോലീസും അതുപോലെ തന്നെ RF സംഘവും NDRF സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള തെരച്ചിലുകൾ നടത്തിയത്. പക്ഷേ എന്ത് ചെയ്യാനാ, നിർഭാഗ്യവശാൽ ഇപ്പോൾ കുട്ടിയുടെ മൃതശരീരമാണ് രഞ്ജിത്ത് കണ്ടെത്തിയിരുന്നത്. ശരി, വിനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മൂന്നാറിന്റെ ക്രമസമാധാന പാലനത്തിന് ഇനി പെൺകരുത്ത്. ഇടുക്കി കട്ടപ്പന നരിയമ്പാറ സ്വദേശിയായ കൃഷ്ണപ്രിയ ഉണ്ണി SHO ആയി ചുമതലയേറ്റു. ആദ്യമായാണ് മൂന്നാർ സ്റ്റേഷനിൽ ഒരു വനിത ചുമതലയിൽ വരുന്നത്. ഈ വാർത്തയോടെ 9 മണി പൂർത്തിയാകുന്നു. നമസ്കാരം. മൂന്നാറിന്റെ മലനിരകൾക്ക് ഇനി കൃഷ്ണപ്രിയയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയുടെ കാവലുണ്ടാകും. 2024 ബാച്ചുകാരിയായ കൃഷ്ണപ്രിയയ്ക്ക് ഇത് ഔദ്യോഗിക ജീവിതത്തിലെ നിർണായക നിമിഷമാണ്. വിനോദസഞ്ചാരികളുടെ തിരക്കേറിയ മൂന്നാറിൽ സഞ്ചാരികളുടെ സുരക്ഷയും ക്രമസമാധാനവും മുതൽ നിരവധി വെല്ലുവിളികൾ. ഇടുക്കിയുടെ പെൺകരുത്ത് വെല്ലുവിളികളെ സധൈര്യം നേരിടാനാണ് ഒരുങ്ങുന്നത്. ഇപ്പോൾ മൂന്നാർ സ്റ്റേഷൻ്റെ SHO ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇടുക്കിക്കാരി എന്ന നിലയ്ക്ക് മൂന്നാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലേസിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സ്വന്തം ജില്ലയിൽ, അതും കേരളത്തിലെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ സുരക്ഷാ ചുമതലയിൽ നിയമിതയായതിന്റെ സന്തോഷത്തിലാണ് കൃഷ്ണപ്രിയ. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.